കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടിനടുത്ത് കളത്തൂർ എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി ഭംഗിയും ആത്മീയതയും ഒത്തുചേരുന്ന ഈ ക്ഷേത്രം ഇവിടുത്തെ ചെറിയ വെള്ളച്ചാട്ടത്തിന് ഏറെ പ്രശസ്തമാണ്. വെള്ളത്തുള്ളികൾ, തെളിനീരൊഴുകുന്ന അരുവികൾ, നീന്തിത്തുടിക്കുന്ന പരൽമീനുകൾ, നനുത്ത കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന കർപ്പൂരഗന്ധം, പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടവും ഒഴിഞ്ഞു വീഴുന്ന ഇലച്ചാർത്തുകളും ചിരിച്ചു നിൽക്കുന്ന കാട്ടുപൂക്കളും പറഞ്ഞു വരുന്നത് പ്രകൃതിയുടെ സൗന്ദര്യവും ഭക്തിയുടെ നിറവും ഒത്തുചേർന്ന മനോഹരമായ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തെക്കുറിച്ചാണ്. മഴക്കാലത്ത് ക്ഷേത്ര പരിസരം സമ്മാനിക്കുന്നത് മനസ്സിൽ നിന്നും മായാത്ത കാഴ്ചയാണ്. ഈ സമയത്ത് ഇവിടേക്ക് സന്ദർശകരുടെ പ്രവാഹമാണ്. ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലൂടെ നിറഞ്ഞൊഴുകുന്ന അരുവിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ക്ഷേത്രത്തിന് മുന്നിലായി മനോഹരമായ വെള്ളച്ചാട്ടവുമുണ്ട്. ഈ അരുവി മുറിച്ചു കടന്നു വേണം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ. അരുവി കടന്ന് കൽപ്പടവുകൾ കയറി ക്ഷേത്രമുറ്റത്തെ കൽവിളക്കിന് മുന്നിലെത്തിയാൽ കൈകൾ കൂപ്പി പാതിയടഞ്ഞ മിഴികളുമായി തൊഴുതു നിൽക്കുന്ന ഭക്തർ. സ്വയംഭൂവായ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇരട്ട ശ്രീകോവിലാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത. സുബ്രഹ്മണ്യസ്വാമിക്കും ഇവിടെ തുല്യ പ്രാധാന്യമാണുള്ളത്. രാവിലെ 5:30 ക്ഷേത്രനട തുറക്കുന്നതും രാവിലെ 10 മണിക്ക് നട അടയ്ക്കുന്നതുമാണ്. വൈകുന്നേരം 5:30 തുറന്ന് 7:30 ക്ഷേത്രനട അടയ്ക്കുന്നതാണ്. 3 ദിവസത്തെ ഉത്സവമാണുള്ളത്. അതിൽ ആദ്യത്തെ ദിവസം കാവടി ഘോഷയാത്രയോടുകൂടി ഉത്സവം നടത്തപ്പെടുന്നു. രണ്ടാമത്തെ ദിവസം ഭഗവാന് ചന്ദനം ചാർത്തി പൂജ നടത്തുന്നു. മൂന്നാമത്തെ ദിവസം ശിവരാത്രി പൂജയും ശിവരാത്രി മഹോത്സവത്തിൻ്റെ സമാപനമായി അന്ന് എല്ലാ ദേശതാലപ്പൊലിയും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. നെയ്വിളക്കും ധാരയുമാണ് പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിനുള്ളിൽ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. വിവാഹ തടസ്സം മാറാനും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുമായി ഗണപതി സ്വാമിക്ക് തുടർച്ചയായി 7 വെള്ളിയാഴ്ചകളിൽ ഒറ്റയപ്പ നിവേദ്യം സമർപ്പിച്ചാൽ മതിയെന്നാണ് ഭക്തരുടെ വിശ്വാസം. അതുപോലെ തന്നെ മുരുകന് തുല്യ പ്രാധാന്യമായി അർഹിക്കുന്ന മുരുകനും ഒറ്റ നാരങ്ങ നെയ്വിളക്ക് നാരങ്ങ വിളക്ക് തുല്യ പ്രാധാന്യമാണ്. അതുപോലെ ശാസ്താവ് ഭാര്യാസമേതം കുടുംബസമേതനായിട്ടിരിക്കുന്നതാണ്. അടുത്ത് പ്രഭാദേവിയും സത്യകനും മകനുമായിട്ട് ശാസ്താവ് കുടികൊള്ളുന്നുണ്ട്. ശാസ്താവിന് പ്രധാന വഴിപാടുകളായ നീരാഞ്ജനം, എള്ളുതിരി കൂടാതെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് നാളികേരം ഉടയ്ക്കൽ. നാളികേരം ഉടച്ച് അതിൻ്റെ ജലം ഭഗവാന് ശിരസിലൂടെ ഒഴിക്കുന്നത് പ്രധാനമാണ്. അത് പ്രത്യേകതയുള്ള ഒരു വഴിപാടാണ്. വലത്തുഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗണപതിക്ക് പ്രധാനം ഒറ്റയപ്പം വഴിപാട് മംഗല്യകാര്യ സിദ്ധിക്കായിട്ടും അതുപോലെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിനായിട്ടും ഒറ്റയപ്പം വഴിപാട് ഭഗവാന് പ്രധാനമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഹാദേവനെ തൊഴുതിറങ്ങിയാൽ പത്നിപുത്ര സമേതനായി അനുഗ്രഹമരുളുന്ന ശാസ്താവിനെ വണങ്ങാം. പത്നി പ്രഭയ്ക്കും പുത്രൻ സത്യകനുമൊപ്പമാണ് ഇവിടെ ശാസ്താവിന്റെ പ്രതിഷ്ഠ. സമീപത്തായി നാഗദൈവങ്ങളുമുണ്ട്. യക്ഷിയമ്മയെയും ഭദ്രകാളിയെയും വണങ്ങി സുബ്രഹ്മണ്യസ്വാമിക്ക് അരികിലെത്താം. പഞ്ചാമൃതവും പാലഭിഷേകവും ഒറ്റനാരങ്ങാമാലയുമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ നടയിലെ പ്രധാന വഴിപാടുകൾ. ഷഷ്ഠി പ്രദോഷ ദിവസങ്ങൾക്കും ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്.
മഴക്കാലമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. മഴ കനത്താൽ ക്ഷേത്രമുറ്റത്തും നാലമ്പലത്തിനുള്ളിലും വെള്ളമെത്താറുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലൂടെ അരുവി ഒഴുകുന്നതുകൊണ്ടാണ് അരുവിക്കൽ എന്ന പേര് ലഭിച്ചതെന്നാണ് ഐതിഹ്യം. വെള്ളച്ചാട്ടത്തിന് അടിയിലായി ഒരു ഗുഹ ഉള്ളതായും പഴമക്കാർ പറയപ്പെടുന്നു. ശിവരാത്രി, കർക്കിടക വാവ് ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്നത്. വാവ് ദിനത്തിൽ ബലിതർപ്പണത്തിനായും 100 കണക്കിന് ഭക്തർ എത്താറുണ്ട്. എല്ലാവരെയും ഒരമ്മ മക്കളായി കണ്ട് സഹോദര ബുദ്ധിയോടെ സ്നേഹിക്കണം. സത്കർമ്മങ്ങൾ ചെയ്യണം. കഷ്ടപ്പെടുന്നവരെ സേവിക്കണം. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അവിടുത്തെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുക. അമ്മയുടെ ഈ വാക്കുകളിലൂടെ പരമമായ ആനന്ദമറിയുവാൻ നമുക്കാകട്ടെ.